ഹമാസ് ബന്ദികളെ മോചിപ്പിക്കുന്ന രീതിയോടും മൃതദേഹങ്ങളോട് കാണിക്കുന്ന അനാദരവിനോടും ശക്തമായ വിമർശനമാണ് ഉയർന്നിട്ടുള്ളത്. 16 മാസം മുൻപ് ബന്ദികളാക്കപ്പെട്ട 4 ഇസ്രായേലുകാരുടെ മൃതദേഹം കൈമാറിയതിനെതിരെയും പ്രതിഷേധം ശക്തമായി. കൈമാറിയ സ്ത്രീയുടെ മൃതദേഹം മാറിപ്പോയതിനെ തുടർന്ന് ഇസ്രായേൽ ഹമാസ് വാക്പോര് ശക്തമായി. അനിശ്ചിതത്വങ്ങൾക്കൊടുവിൽ 6 ബന്ദികളെ ഹമാസ് മോചിപ്പിച്ചു. 602 പലസ്തീൻകാരെ ഇസ്രായേലും മോചിപ്പിച്ചു. സാധാരണക്കാരായ ബന്ദികളെ കൈമാറുന്നതിൽ പോലും ഹമാസ് മാനുഷിക മൂല്യങ്ങൾക്ക് വില കൽപ്പിക്കുന്നില്ല എന്നാണ് വിമർശനം. ആയിരക്കണക്കിന് ആളുകളുടെ കൂവിവിളികൾക്കിടയിലൂടെ തോക്കേന്തിയ ഹമാസുകാർക്കൊപ്പം പേടിച്ചു നടന്നുവരുന്ന ബന്ദികളുടെ ദൃശ്യത്തിനെതിരെ ലോകമെങ്ങും വിമർശനം ഉയർന്നിരുന്നു. മുൻപ് ഇങ്ങനെ കൈമാറാൻ കൊണ്ടുവന്നവരെ ജനക്കൂട്ടം കൊന്നിട്ടുണ്ടെന്നുള്ളതുകൊണ്ട് തന്നെ ബന്ദികൾ ഭയത്തിന്റെ മുൾമുനയിലൂടെയാണ് നടന്നു നീങ്ങുന്നത്. അണികളെ ആവേശം കൊള്ളിക്കാനും ബന്ദികളെ നാണം കെടുത്താനുമാണ് ഹമാസ് ഇത്തരം നീചപ്രവൃത്തികൾ ചെയ്യുന്നത്. ഭീകരം എന്നായിരുന്നു ബന്ദികളെ മോചിപ്പിക്കുന്ന ദൃശ്യം കണ്ട് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രതികരിച്ചത്. കഴിഞ്ഞയാഴ്ച 4 ബന്ദികളുടെ മൃതദേഹങ്ങൾ കൈമാറുന്നതിലും ഹമാസിന്റെ ഭീകരത ലോകം കണ്ടു. തെക്കൻ ഗാസയിലെ ഖാൻ യൂനസിൽ ജനക്കൂട്ടത്തിന് മുന്നിൽ ഏറെ നേരം 4 പേരുടെ മൃതദേഹങ്ങളടങ്ങിയ പെട്ടി പ്രദർശിപ്പിച്ചു. അതിലൊന്ന് ലോകം ജീവനുവേണ്ടി പ്രാർത്ഥിച്ച 2 വയസ്സുകാരന്റെ ജീവനറ്റ ശരീരവും. 4 ശവപ്പെട്ടികൾക്ക് പുറകിൽ മരിച്ച 4 പേരുടെ പടങ്ങൾക്കൊപ്പം ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെ രക്തരക്ഷസായി ചിത്രീകരിക്കുന്ന ബാനറുകളും കെട്ടിയിരുന്നു. റെഡ് ക്രോസിന് കൈമാറും മുൻപ് 4 മൃതദേഹങ്ങളും കൊണ്ട് ഹമാസ് നഗരം ചുറ്റി അണികളെ ആവേശം കൊള്ളിച്ചതിനെതിരെയും വിമർശനം ഉയർന്നിരുന്നു. 2 കുട്ടികളടക്കമുള്ളവരുടെ മൃതദേഹങ്ങളോട് കാണിച്ച അനാദരവ് ക്രൂരമായി പോയി എന്ന് ഐക്യരാഷ്ട്രസഭയും കുറ്റപ്പെടുത്തി. ഷിറി ബീബാസ്, അവരുടെ മക്കളായ 4 വയസ്സുകാരൻ ഏരിയൽ, 9 മാസം പ്രായമുണ്ടായിരുന്ന കഫിർ എന്നിവരുടെ മൃതദേഹങ്ങൾക്കൊപ്പം 84-കാരനായ ഒദേദ് ലിഫ്ഷിറ്റ്സിന്റെ ശരീരാവശിഷ്ടങ്ങളും ഹമാസ് കൈമാറി. ഇസ്രായേലിലെ പലസ്തീൻ അവകാശ പ്രവർത്തകനും മാധ്യമപ്രവർത്തകനുമാണ് ഒദേദ് ലിഫ്ഷിറ്റ്സ്. ഷിറി ബീബാസിന്റെ മൃതദേഹം മാറിപ്പോയതിനെതിരെ ഭീഷണിയുമായി ഇസ്രായേൽ രംഗത്തുവന്നത് സമാധാന ശ്രമങ്ങൾക്ക് തിരിച്ചടിയാകുമോ എന്ന ആശങ്ക ശക്തമാക്കി. 2023 ഒക്ടോബർ 7-ന് തെക്കൻ ഇസ്രായേലിലെ കിബൂൾസ് നിർ ഓസിൽ നിന്നും ഹമാസ് തട്ടിക്കൊണ്ടുപോയതാണ് 32-കാരിയായ ഷിറി ബീബാസിനെയും അവരുടെ 2 മക്കളെയും. ഷിറിന്റെ ഭർത്താവ് യാർദൻ ബിബാസിനെ ഹമാസ് തടവിലാക്കിയെങ്കിലും ഫെബ്രുവരി 1-ന് വിട്ടയച്ചിരുന്നു. ഇസ്രായേലിൽ നടന്ന ബന്ദിമോചന പ്രക്ഷോഭത്തിന്റെ പ്രതീകമായിരുന്നു ഷിറി ബീബാസും മക്കളും. 243 ബന്ദികളിൽ ഏറ്റവും പ്രായം കുറഞ്ഞവനായിരുന്നു കഫീർ. അവന്റെ ചിത്രങ്ങൾ ലോകമെങ്ങും പ്രചരിച്ചിരുന്നു. ഗാസയിൽ ജീവനോടെ ഉണ്ടായിരിക്കുമെന്ന പ്രതീക്ഷയിൽ അവനുവേണ്ടി ഉറ്റവർ പ്രാർത്ഥിച്ചു കാത്തിരുന്നു. കഫീറിന്റെ 1ാം ജന്മവാർഷികം ഇസ്രായേലിലെ ബന്ധുക്കൾ ആഘോഷിച്ച് അധിക ദിവസം കഴിയുന്നതിനിടെയാണ് ചേതനയറ്റ ശരീരവുമായി അവൻ ജന്മനാട്ടിലേക്ക് മടങ്ങിയെത്തിയത്. രാജ്യത്തിന്റെ ആകെ ഹൃദയം കീറി മുറിക്കപ്പെടും എന്നു പറഞ്ഞാണ് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു മൃതദേഹങ്ങൾ ഏറ്റുവാങ്ങാൻ നിർദ്ദേശം നൽകിയത്. ബിബാസിനെയും കുഞ്ഞുങ്ങളെയും നീചമായി കൊലപ്പെടുത്തിയ ഹമാസിനെ ആഗോള സമൂഹം ശക്തമായി എതിർക്കണമെന്നും നെതന്യാഹു അഭ്യർത്ഥിച്ചു. കഫീറിന്റെ മാത്രമല്ല, ഗാസയിലും മരിച്ചുവീണ നിരവധി കുട്ടികളുടെ ജീവനുവേണ്ടി ലോകസമൂഹം പ്രതികരിക്കേണ്ടതു തന്നെ. അതേസമയം ഹമാസ് വിട്ടുനൽകിയ വികൃതമാക്കപ്പെട്ട മൃതദേഹം ഷിറി ബീബാസിന്റേതല്ലെന്ന് ഇസ്രായേൽ കണ്ടെത്തിയതോടെ വീണ്ടും സംഘർഷമുരുണ്ടുകൂടി. ജനിതക പരിശോധനയിൽ മൃതദേഹം ഷിറിയുടേതല്ലെന്ന് ഇസ്രായേൽ സ്ഥിരീകരിച്ചു. ഹമാസ് വെടിനിർത്തൽ കരാർ ലംഘിച്ചുവെന്നും അവരോട് പകരം ചോദിക്കുമെന്നും ഇസ്രായേൽ മുന്നറിയിപ്പ് നൽകി. ക്രൂരവും നീചവുമായ ഈ ചെയ്തിക്ക് ഹമാസ് വലിയ വില നൽകേണ്ടിവരുമെന്നും പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഭീഷണി മുഴക്കി. നെതന്യാഹുവിന്റെ ഭീഷണി വിലപ്പോവില്ലെന്നും ഷിറിന്റെ മൃതദേഹം ഇസ്രായേലിന് തിരികെ നൽകുമെന്നും ഹമാസ് നേതൃത്വം വെളിപ്പെടുത്തി. മൃതദേഹാവശിഷ്ടങ്ങളിൽ നിന്ന് തെരഞ്ഞെടുത്തതിലെ പിഴവാണ് ഷിറിയുടെ ശരീരം മാറിപ്പോയതെന്നും ഹമാസ് അറിയിച്ചു. അടുത്തയാഴ്ച തുടങ്ങാനിരുന്ന 2ാം ഘട്ട വെടിനിർത്തൽ കരാറിനെ പോലും ബാധിക്കുമെന്ന അഭ്യൂഹങ്ങൾക്കിടെ ഷിറി ബീബാസിന്റെ യഥാർത്ഥ മൃതദേഹം ഹമാസ് റെഡ് ക്രോസിന് കൈമാറി. മൃതദേഹം പരിശോധിച്ച ഇസ്രായേൽ മെഡിക്കൽ സംഘം അത് ഷിറിയുടേതാണെന്ന് സ്ഥിരീകരിച്ചു. ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിലാണ് ഷിറിയും മക്കളും മരിച്ചതെന്നാണ് ഹമാസ് പറയുന്നത്. ഈ ആരോപണം ഇസ്രായേൽ നിഷേധിച്ചു.
ബന്ദിയാക്കപ്പെട്ട പിറ്റേ മാസം തന്നെ ഹമാസ് തീവ്രവാദികൾ കുട്ടികളെ ക്രൂരമായി കൊന്നുവെന്ന് അവരുടെ മൃതദേഹങ്ങളിൽ നടത്തിയ ഫോറൻസിക് പരിശോധനയുടെയും ഇന്റലിജൻസ് വിവരങ്ങളുടെയും അടിസ്ഥാനത്തിൽ ഇസ്രായേൽ വെളിപ്പെടുത്തി. ഷിറി ബീബാസിന്റെയും മക്കളുടെയും മരണത്തിൽ ഇസ്രായേലും ഹമാസും വാക്പോര് നടക്കുന്നതിനിടെ കരാർ പ്രകാരം 6 ബന്ദികളെ കൂടി ഹമാസ് കൈമാറി. ഇതിനു പകരമായി 602 പലസ്തീൻ തടവുകാരെ ഇസ്രായേലും മോചിപ്പിച്ചു. ഒന്നാം ഘട്ട വെടിനിർത്തലിനിടെ ഇസ്രായേലിന് കൈമാറുമെന്ന് ഹമാസ് അറിയിച്ച 33 ബന്ദികളുടെ ലിസ്റ്റിൽ ജീവനോടെയുള്ള അവസാനത്തെ വ്യക്തികളെയാണ് വിട്ടയച്ചത്. ലിസ്റ്റിലുണ്ടായിരുന്നവരിൽ കൊല്ലപ്പെട്ട 8 ബന്ദികളിൽ 4 പേരുടെ മൃതദേഹങ്ങൾ മാത്രമാണ് ഹമാസ് ഇതുവരെയും ഇസ്രായേലിന് കൈമാറിയത്. ഹമാസ് ബന്ദികളാക്കപ്പെട്ടവരിൽ ഇനിയുള്ളത് 63 പേരാണ്. ഇതിൽ പകുതിയിലേറെയും കൊല്ലപ്പെട്ടിരിക്കാം എന്നാണ് അനുമാനം.